ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി വി മുരളീധരന് വിജയം. 167 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം. എൽ.ഡി.എഫും എൻ.ഡി.എയും യു.ഡി.എഫും തമ്മിൽ വാശിയേറിയ മത്സരമാണ് പ്രചാരണ വേളയിൽ കാണാൻ കഴിഞ്ഞത്. 2016 മുതൽ തുടർച്ചയായി 2 വട്ടം കഴക്കൂട്ടത്ത് മത്സരിച്ച് വിജയിച്ച എം.എൽ.എ ആയ കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ഇക്കുറിയും മത്സരിപ്പിക്കാൻ എൽ.ഡി.എഫ് എടുത്ത തീരുമാനം പാളുമോ എന്ന ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ ശക്തമായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങളായിരുന്നു ഇതിന് കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ ഇതൊന്നും തിരിച്ചടിയാവില്ലെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു എൽ.ഡി.എഫ് ക്യാമ്പ്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഒരിടവേളയ്ക്ക് ശേഷം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ നിയോഗിച്ച എൻ.ഡി.എ അവർക്ക് ഉറച്ച സീറ്റുകളിലൊന്നായാണ് കഴക്കൂട്ടത്തെ കണക്കാക്കിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശരത് ചന്ദ്ര പ്രസാദ് കൂടി എത്തിയതോടെ ശരിയായ ത്രികോണ പോരിന്റെ ചൂട് കഴക്കൂട്ടത്ത് ഉയരുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വീണ്ടും മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചത്. മറ്റ് മണ്ഡലങ്ങളെ ഒഴിച്ച് ബി.ജെ.പിക്ക് ശക്തമായ വളർച്ചയുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും 2ാം സ്ഥാനമായിരുന്നു ബി.ജെ.പി കഴക്കൂട്ടത്തുണ്ടാക്കിയിരുന്നത്. അതേസമയം നേമം മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. 3,800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ജയിച്ചത്. 2016 നിയമസഭയിലേക്ക് ബി.ജെ.പിയുടെ ഒ രാജഗോപാൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. പിന്നീട് 2021 എൽ.ഡി.എഫിന്റെ വി ശിവൻകുട്ടി ബി.ജെ.പിയെ പരാജയപ്പെടുത്തി നേമത്ത് ജയിച്ചിരുന്നു. ഇത്തവണ ചാത്തന്നൂരിൽ അട്ടിമറി ജയമാണ് ബി.ജെ.പി നേടിയത്. 402 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ.ഡി.എഫിന്റെ ആർ രാജേന്ദ്രനെ ബി.ജെ.പിയുടെ ബി ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. ആകെ 46,567 വോട്ടാണ് ഗോപകുമാർ നേടിയിരിക്കുന്നത്. മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി സൂരജ് രവി 3ാമതാണ്. ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്നാണ് യു.ഡി.എഫും എൽ.ഡി.എഫും പറഞ്ഞത്. ഇന്ന് നേമത്തിലെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ അവർക്ക് മറുപടി നൽകി. CPM വിരുദ്ധ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ജനങ്ങൾക്ക് അവരെ മടുത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് നേമത്തെ ജനങ്ങളാണ്. ഇന്നു മുതൽ ഞാൻ നേമത്തെ ജനങ്ങളുടെ പ്രധാന സേവകനാകും. എല്ലാ ബി.ജെ.പി പ്രവർത്തകർക്കും നന്ദിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ബി ഗോപകുമാർ വിജയിച്ചു. 402 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ.ഡി.എഫിന്റെ ആർ രാജേന്ദ്രനെ ബി ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി സൂരജ് രവി 3ാമതാണ്. ആകെ 46,567 വോട്ടാണ് ഗോപകുമാർ നേടിയിരിക്കുന്നത്. 2016 2021 ബി.ജെ.പി 2ാം സ്ഥാനത്ത് എത്തിച്ച മണ്ഡലമാണിത്. ഇത്തവണ ചാത്തന്നൂരിലെ ജനങ്ങൾ വലിയ മാറ്റം ആഗ്രഹിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എല്ലായിടത്തും എത്തണമെന്നും സ്വന്തം നാട്ടുകാരനെ വിജയിപ്പിക്കണമെന്നും ചാത്തന്നൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. പാർട്ടി പ്രവർത്തകരുടെ പരിശ്രമം ബൂത്ത് തല പ്രവർത്തകർ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ നിരന്തരം ഇടപെട്ടു. മാറാത്തത് ചാത്തന്നൂരിൽ മാറി. 10 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്. ഈ വിജയം ചാത്തന്നൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു, ബി ഗോപകുമാർ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളെ തെറ്റിച്ചുകൊണ്ടാണ് ചാത്തന്നൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചത്. 2 തവണ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ ഇക്കുറി ജയിക്കുമെന്ന് ബി.ജെ.പിക്ക് ഉറപ്പുണ്ടായിരുന്നു. 2014 2021 CPIയിലെ GS ജയലാലാണ് മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത്. ഈ 2 വർഷവും ബി ഗോപകുമാർ 2ാം സ്ഥാനത്തായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.